നമുക്ക് കാണാൻ സാധിക്കും. അത്തരമാറ്റുള്ള ഇസ്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയുള്ള ആ പ്രത്യേക ശാസ്ത്രത്തെ അനുകരിക്കുവാൻ അതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് വളരെ ധീരതയോടുകൂടി മറ്റുള്ള നീച നികൃഷ്ടമായ വൃത്തികെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പോരാടുവാൻ അള്ളാഹുവിൻ്റെ സഹായം നമുക്കെന്നും ഉണ്ടാകുമെന്ന് ആ കലിമത്ത് നമ്മെ പഠിപ്പിച്ചിരിക്കുക. പ്രാർത്ഥന അതാണ് ഏകമാർഗം. നമ്മുടെ വിജയം, നമ്മുടെ ഉയർച്ച, നമ്മുടെ അന്തസ്സ്, നമ്മുടെ അഭിമാനം, നമ്മുടെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക ശാസ്ത്രത്തെ ശരിയായി ഇവിടെ എത്തിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. ഒരിക്കലും അതിനെ മരവിപ്പിക്കുവാൻ പാടില്ലാത്തത്. അതുപോലെ തന്നെ ആ പരിശുദ്ധമായ പ്രത്യേക ശാസ്ത്രത്തെ ഇവിടെ വൃത്തികേടാക്കുവാൻ പാടില്ല. അതിൽ ആരെങ്കിലും മായം ചേർത്താൽ തീർച്ചയായിട്ടും അവർ ഉടനെ തന്നെ വിവരം അറിയുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. എല്ലാവർക്കും വളരെ എളുപ്പം മനസ്സിലാക്കുവാനുള്ള ആ വാക്യം കാലത്ത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും മനുഷ്യൻ നഷ്ടത്തിലാണ്. എല്ലാവരും നഷ്ടത്തിലല്ല, സത്യവിശ്വാസികൾ ഒഴികെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ സത്യവിശ്വാസികൾ ഒഴികെ. അതുപോലെ തന്നെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ. അപ്പോൾ ആർക്കാണ് നഷ്ടം? ആരാണ് നഷ്ടം പറ്റേണ്ടവർ? ആർക്ക് ലാഭം ഉണ്ടായിത്തീരും എന്നെല്ലാം ആ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. മറ്റൊരു ലോകമുണ്ട്. അവിടേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഈ ലോകത്ത് വെച്ചുകൊണ്ട് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നാം എന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല, മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ആ ബോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ സമനില തെറ്റുമെന്ന കാര്യവും തീർച്ചയാണ് എന്ന് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിന്നി ജായിലും ഫിൽ അർളി ഖലീഫ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നാം ചെയ്യേണ്ട ദൗത്യവും നാം ചെയ്യേണ്ട പ്രവർത്തനവും ഒരിക്കലും തന്നെ അഹങ്കാരം,
അതുപോലെ തന്നെ ജാട, മറ്റ് വേഷവിധാനങ്ങൾ, ഇതൊന്നും യഥാർത്ഥ സത്യവിശ്വാസിയിൽ കാണാൻ സാധിക്കയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവരുടെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് പ്രകടമായി കൊണ്ടിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇന്ന് പലയിടത്തും പ്രകടമായി കാണുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു സംഘം, അവർ തെറ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ശരി ചെയ്താൽ തീർച്ചയായിട്ടും ആ ശരി തന്നെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആൻ. ഹക്കും ബാത്തിലും മനുഷ്യനെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഖുർആൻ ഇവിടെ അവതീർണമായത്. അതുകൊണ്ട് തന്നെ ശരിയേത് തെറ്റേത് എന്ന് ആ ഖുർആൻ വായിക്കുന്ന ആർക്കും സംശയിക്കേണ്ടതില്ല. ശരിയും തെറ്റും ആ ഖുർആൻ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പോൾ നാം തീർച്ചയായിട്ടും ഇവിടെ അമ്മയെ തല്ലിയാലും അതിൽ രണ്ട് പക്ഷക്കാരുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യം ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നമ്മൾ വളരെയധികം ഇന്ന് ഗൗരവത്തോടു കൂടി തന്നെ ചിന്തിച്ച ഒരു കാലിക വിഷയമാണ് ഇവിടെ പലരും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുക. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം താൽപര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണത ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്രയോ കാലങ്ങളോളമായി ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ വ്യക്തികൾ അങ്ങനെ തെറ്റുകൾ ചമയുമ്പോൾ അവർ വളരെയധികം ആ കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഓടിച്ചാടി അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്ന ഒരു പ്രവണത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും ഭാഷാഘടകങ്ങൾക്കും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ വളരെയധികം ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളും ഒരു കാര്യത്തെ പറ്റി തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ നമ്മുടെ പൂർവികരുടെ ഏറ്റവും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം
ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ മാറ്റേണ്ട ഗതികേട് സമസ്തക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അധികമായൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ഏറ്റവും പ്രബലമായ നമ്മുടെ ഭാവി തലമുറയെ സംസ്കാര സമ്പന്നരാക്കി തീർക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ അവരെ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് റാംസാൻ അതിലൂടെ എന്തെല്ലാം വിപത്തുകളും ആപത്തുകളും നാശങ്ങളും വൃത്തികേടുമാണ്. മാത്രമല്ല അവരെല്ലാം മദ്യത്തിൻ്റെയും ലഹരിയുടെയും അതിൻ്റെ പേരിൽ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു.